പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ കൂട്ടായ്മ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതാണ്, പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചതാണ്, ഈശോ ദിവ്യകാരുണ്യ ഈശോ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ തന്നെയാണ് ഡെയിലി ഡെലിവറൻസ് എന്ന് പറഞ്ഞുള്ള വാക്ക് പോലും എനിക്ക് തന്നത്. ഞാൻ കർത്താവിൻ്റെ സ്വരം കേട്ടതാ. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മക്കളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുകയാണ്. വിശുദ്ധ അന്തോനീസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദൈവത്തിൽ ഇന്ന് ആശ്രയിക്കുക. നമുക്കറിയാം, എല്ലാ വിശുദ്ധന്മാര് ദൈവത്തിൽ ആശ്രയിച്ചവരാണ്. വിശുദ്ധ അന്തോനീസ് കർത്താവിൽ ആശ്രയിച്ചതാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ പാതുവായിൽ അന്തോനീസ് പുണ്യാളൻ്റെ അത്ഭുത ദേവാലയത്തിൽ പോയി. അന്തോനീസ് പുണ്യാളനെ അടക്കിയിരിക്കുന്ന അവിടെ നിന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചത്, യേശുവേ, ഈ വിശുദ്ധനിലൂടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെയും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ അന്തോനീസിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വരുന്നവരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. അവരെഴുതി അയക്കുന്ന നിയോഗങ്ങൾ, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത ശക്തിയാൽ സാധിച്ചു കൊടുക്കണമേ. ദൈവകൃപയുടെ വലിയൊരു വചനപ്രഘോഷകനാണ് വിശുദ്ധ അന്തോനീസ്. വിശുദ്ധ അന്തോനീസിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുക. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടെടുക്കാൻ വിശുദ്ധ അന്തോനീസ് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ, തകർന്ന് തരിപ്പണമായ കുടുംബ ബന്ധങ്ങൾ, ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ, അവ കൂട്ടിച്ചേർക്കാൻ വിശുദ്ധ അന്തോനീസ് ഇന്ന് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, നഷ്ടപ്പെട്ടു പോയ വസ്തുവകകൾ, നഷ്ടപ്പെട്ടു പോയ ജോലി, നഷ്ടപ്പെട്ടു പോയ ബിസിനസ്, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം, കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ സമ്പൽ സമൃദ്ധി, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ വീട്, നഷ്ടപ്പെട്ടു പോയ പറമ്പ്, ഇതെല്ലാം തിരികെ കിട്ടാൻ വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. കാണാതെ പോയ കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്നത് വിശുദ്ധ അന്തോനീസാണ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോനീസാണ്. പ്രത്യേകിച്ച് ഇന്നേ ദിനം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകളും കർത്താവായ യേശു വിശുദ്ധ അന്തോനീസിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്, അത്ഭുത ശക്തിയാണ്. നിങ്ങൾക്ക് ആ കൃപ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രിയപ്പെട്ടവർ, ഈ അത്ഭുത ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പുണ്ട്. നമുക്കറിയാം, ഈ പള്ളി ഇന്ത്യയിലെ, കേരളത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയാണ്. നമുക്ക് AD 52 മുതൽ സെൻറ് തോമസ് വന്ന് വചനം പറഞ്ഞ് ക്രിസ്ത്യാനികൾ, യേശുവിൽ വിശ്വസിച്ചവർ നമ്മുടെ കേരളത്തിൽ നമുക്കുണ്ടായിരുന്നു. നമുക്കങ്ങനെ അതിശക്തമായ പാരമ്പര്യം നമുക്കുണ്ട്. എന്നാൽ ആ പാരമ്പര്യങ്ങളെ റോമുമായി, വത്തിക്കാനുമായി ബന്ധപ്പെടുത്തുന്നതിന് കാരണമായ ഈ പള്ളി ഇതാണ്. 1498 വാസ്കോഡി ഗാമയിലൂടെ പണിതുയർത്തപ്പെട്ട ഒരു മിഷനാണ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി.
ഇവിടെ മെത്രാന്മാരായിരുന്നത് വിദേശികളും ഇറ്റാലിയൻസൊക്കെ ആയ മെത്രാന്മാരാണ്. ഈ അൾത്താരയുടെ മുമ്പിൽ പൗലോസ് പെരേനി പിതാവ്, ലിയോനെ പ്രോസ്പെരിയോ പിതാവ്, ആൽദോ മരിയ പത്രോണി പിതാവ്, പിന്നെ ആദ്യ സദേശീയ മെത്രാനായ മാക്സ്വെൽ പിതാവ്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര അനോയിൻറ്റിങ് ആണ് ഈ പള്ളിക്ക്. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ ആരംഭകാലം മുതൽ തന്നെ വിശുദ്ധ അന്തോനീസിനോടുള്ള വലിയ ഭക്തിയുള്ളൊരു പള്ളിയാണ്. അതുമാത്രമല്ല, ഒരു പക്ഷേ പൗലോസ് പെരേനി പിതാവാകാം വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് പാതുവയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ പല പള്ളികളിൽ തിരുശേഷിപ്പുകളുണ്ട്. തിരുശേഷിപ്പുകൾ പല വിധത്തിലാണ്. പ്രൈമറി തിരുശേഷിപ്പ്, സെക്കൻഡറി തിരുശേഷിപ്പ്, അതിനുശേഷം വരുന്ന തിരുശേഷിപ്പുകൾ. ഇപ്പം പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ഒരു ഇറ്റാലിയൻ മെത്രാൻ, പാതുവായുമായി ബന്ധമുള്ളൊരു മെത്രാൻ, അവിടെ നിന്ന് ആ പ്രൈമറി തിരുശേഷിപ്പാണ് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. ഈ വചനം ഇന്ന് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുക. അന്തോനീസ് അവരെ പ്രത്യേകം അനുഗ്രഹിക്കും. അന്തോനീസിന്റെ അഴിയാത്ത നാവ് പാതുവായിലുണ്ട്. ഇപ്പം ഞാൻ ചെന്ന ദിവസം അധികം തീർത്ഥാടകരില്ലാത്ത ദിവസമായിരുന്നു. പിന്നെ അച്ഛൻ്റെ വേഷത്തിലുമാണ്. അതുകൊണ്ട് എനിക്ക് മണിക്കൂറുകളോളം എൻ്റെ നാവ്, ഞാൻ അന്തോനീസിനാളിൻ്റെ നേരെ, ആ നാവിൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു പറഞ്ഞു, വിശുദ്ധ അന്തോനീസെ, ഈ നാവിനെ അങ്ങയുടെ നാവ് പോലെ വചനപ്രഘോഷണത്തിൻ്റെ നാവാക്കി മാറ്റണമേ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കേൾക്കുന്ന സ്വരം വിശുദ്ധ അന്തോനീസിനാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം ഞാൻ കുഞ്ഞുനാൾ മുതൽ അന്തോനീസിനാളൻ്റെ മകനാണ്. അന്തോനീസിനാളൻ്റെ നേർച്ചയൊക്കെ കഴിച്ച് വളർന്നു വന്നൊരാളാണ്. അന്തോനീസിനാളൻ എൻ്റെ വളർത്തപ്പനാണ്. അന്തോനീസിനാളൻ എൻ്റെ വളർത്തപ്പനാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഇന്നേ ദിനം നിങ്ങളെല്ലാവരെയും എൻ്റെ വളർത്തപ്പനായ വിശുദ്ധ അന്തോനീസിന് ഞാൻ സമർപ്പിക്കുക. വിശുദ്ധ അന്തോനീസ് ഇന്ന് പ്രത്യേകമാം വിധം ഈ ശുശ്രൂഷയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ യേശുവിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും കിട്ടും. അപ്പം ഇന്ന് മാധ്യസ്ഥം വഹിച്ച് കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക മേഖലയിൽ ബന്ധനങ്ങൾ, പറമ്പിൻ്റെ കച്ചവട തടസ്സങ്ങൾ, കലഹങ്ങൾ, കുടുംബ തകർച്ചകൾ, വീടില്ലാത്ത അവസ്ഥകൾ, വാഹനങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ തടസ്സങ്ങൾ മാറുന്നു, നിരന്തര അപകടങ്ങൾ മാറുന്നു, നിരന്തര രോഗങ്ങൾ മാറുന്നു, അസൂയകൾ മാറുന്നു, വിഷാദം മാറുന്നു, ഭയം മാറുന്നു, ആത്മഹത്യ ചിന്ത മാറുന്നു. പുതിയൊരു അഭിഷേകം, പുതിയൊരു അനോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാമത്തെ വചനമാണ്. പ്രിയപ്പെട്ടവര്, ഈ വചനം വായിക്കുന്നത് ഇത് കേട്ട് നിർത്താൻ വേണ്ടി മാത്രമല്ല, ഈ വചനം ഇങ്ങനെ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കണം, സാധിക്കുന്നതിന് ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഇന്നേ ദിനം അനവധിയായ അടിമത്തങ്ങള്, ബന്ധനങ്ങളുടെ ചങ്ങലകള് കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടേണ്ട ദിവസം. ഇന്ന് ചിതറപ്പെട്ടു പോണം. കെട്ടുകള്, ബന്ധനങ്ങള്, ആദിവ്യാധികള്, നിരാശകള്, വിഷാദങ്ങള്, അസ്വസ്ഥതകള് ഈ വചനത്തിലൂടെ ബന്ധിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യട്ടെ. വചനം ഇതാണ്: ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. യോഹന്നാൻ നൽകുന്ന സാക്ഷ്യമാണ്. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവൻ. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ, ആമേൻ.
ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ അന്തോനീസിനോട് ചേർന്ന് ഇവിടെയുള്ള അടക്കം ചെയ്യപ്പെട്ട മെത്രാന്മാരുടെ അവരുടെ ആത്മാക്കളോട് ചേർന്ന് പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 വിളിച്ച് സ്തുതിച്ച് 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 ആത്മാവേ ഇറങ്ങി വരണമേ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ മക്കള് അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറ 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 അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും ഏറ്റവും ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അശുദ്ധാരൂപികളിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ശുശ്രൂഷയിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിന്നെ ഞാൻ മോചിക്കുന്നു. എല്ലാ അശുദ്ധാരൂപികളിൽ നിന്ന് നിന്നെ ഞാൻ മോചിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നീ ഇപ്പോൾ ആശീർവദിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിനക്ക് രക്ഷയും സൗഖ്യവും ലഭിക്കുമാറാകട്ടെ. നീ ജീവിക്കുന്ന മേഖലകളിൽ, നീ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക വഞ്ചനകളുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ. നിന്റെ വാഹനങ്ങള്, നിന്റെ വസ്തുവകകള്, കാർഷിക മേഖല, തൊഴിൽ മേഖല എല്ലാ അശുദ്ധതയിൽ നിന്നും മോചിക്കപ്പെടട്ടെ. എല്ലാവിധ മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും അശുദ്ധാത്മാക്കള് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. പ്രകൃതി വിരുദ്ധ ശക്തികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. തെറ്റായ ബന്ധങ്ങളെ, തെറ്റായ ബോധ്യങ്ങളെ, തെറ്റായ അറിവുകളെ, കലഹങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Caccia via da loro le forze del male, annientale, distruggile, perché questo popolo possono stare bene e operare bene. In the name of my priesthood, the name of Jesus, I rebuke, I command every spirit of evil to depart from you. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിമോചനം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.